തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും കേരള ഘടകത്തിന് വിമർശനം എന്ന് പറഞ്ഞാൽ അമിത ആത്മവിശ്വാസം ഉണ്ടായി, സംഘടനാ സംവിധാനം ചലിച്ചില്ല, പശ്ചിമബംഗാളിൽ പാർട്ടിക്ക് അവ്യക്തതയുണ്ടായി എന്നൊക്കെ അതിൽ പറഞ്ഞു. 24 ബ്രേക്കിംഗ്. ശ്രീത്താണ് ആ വാർത്തകൾ ഒരുമിച്ചിരുന്നത്. ശ്രീത്ത്, ഭരണവിരുദ്ധ വികാരത്തെപ്പറ്റി ഏതെങ്കിലും തരത്തിലുള്ള പരാമർശമുണ്ടോ, അതോ സംഘടനാ സംവിധാനം ചലിക്കാതിരുന്നതും ഓവർ കോൺഫിഡൻസും പരാജയത്തിന് കാരണമായി എന്നതാണോ വിലയിരുത്തൽ? ശ്രീത്ത്, ഗുഡ് മോർണിംഗ്. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. സ്മിത, ഗുഡ് മോർണിംഗ്. കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട അവലോകന റിപ്പോർട്ട് ഈ കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച പൊതു രാഷ്ട്രീയ റിപ്പോർട്ടിൻ്റെ ഭാഗമായി വന്നിരുന്നു. ഇതേപ്പറ്റിയുള്ള ചർച്ചയ്ക്കിടയിലാണ് കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായുണ്ടായ തോൽവിയെപ്പറ്റി വിമർശനം ഉയർന്നത്. കേന്ദ്ര കമ്മിറ്റിയിൽ സംസാരിച്ച അംഗങ്ങൾ പൊതുവെ ചൂണ്ടിക്കാണിച്ചത് അമിത ആത്മവിശ്വാസമാണ് കേരളത്തിൽ വിനയായത് എന്നാണ്. അത് നേരത്തെ CPIMൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബിയും മറ്റും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അഭിമുഖങ്ങളിലും മറ്റും ചൂണ്ടിക്കാണിച്ചിരുന്നു. കേരളത്തിൻ്റെ റിപ്പോർട്ടിലും ആ തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും അമിത ആത്മവിശ്വാസം വിനയായി. സംഘടനാപരമായിട്ടുള്ള പാളിച്ചകൾ പലയിടത്തും ദൃശ്യമായി. കാരണം നേതാക്കൾ, പ്രവർത്തകർ ആലസ്യത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരമൊരു പരാജയം സംഭവിച്ചത് എന്ന വിമർശനമാണ് പൊതുവെ ഉയർന്നത്. എന്നാൽ കേരളത്തിൻ്റെ നിരീക്ഷണത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല എന്നതുകൊണ്ട് തന്നെ കേരള ഘടകത്തിന് വലിയ പരിക്കില്ല എന്നുകൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് സഖ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിമർശനം ഉയർന്നു. കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയുള്ള ചില പരാമർശങ്ങളാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് കോൺഗ്രസ് ഈ സഖ്യത്തിൻ്റെ കാര്യത്തിൽ മൗനം പാലിക്കുന്നു. ആ കാര്യത്തിൽ ഇതുവരെ ഒരു പ്രതികരണവും നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. എന്തായാലും ബംഗാളിൽ തിരിച്ചു വരാൻ കഴിയും. അധികാരത്തിലേക്കല്ലെങ്കിലും ബംഗാളിൽ ശക്തമായൊരു തിരിച്ചുവരവിനുള്ള കളമൊരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി സീറ്റുകൾ മത്സരിച്ച് നേട്ടമുണ്ടാക്കണമെന്ന അഭിപ്രായമാണ് പൊതുവിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ചർച്ചകളിലും മറ്റും ഉയർന്നത്. ഇന്നാണ് കേരളമടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സ്വീകരിക്കേണ്ട തന്ത്രങ്ങളെ സംബന്ധിച്ചുള്ള പ്രത്യേക ചർച്ച നടക്കാൻ പോകുന്നത്. അതോടുകൂടി ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൻ്റെ ചർച്ച സമാപിക്കും. തെലങ്കാനയിലെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടന്ന വിഭാഗീയതയെക്കുറിച്ചുള്ള റിപ്പോർട്ടും ഇന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. എന്തായാലും കേന്ദ്ര കമ്മിറ്റിയിൽ നടന്ന ചർച്ചകൾ ഇതാണ്. ഇതിൽ ഇന്ന് വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണ്. അപ്പോൾ തന്നെ പിണറായി വിജയനായിരിക്കും കേരളത്തിലെ പാർട്ടിയെ നയിക്കുക, മുന്നണിയെ നയിക്കാൻ പോകുന്ന തീരുമാനം ഔദ്യോഗികമായി കൂടി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്നു. ഹാഷ്മി, സ്മിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.